ഹലോ, വെൽക്കം ടു റീനസ് അക്കാഡമി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റീനസ് അക്കാഡമിയുടെ AI റീടച്ചിങ് ആക്ഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. ആക്സസ് പെർമിഷൻ ഗ്രാൻഡ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു മെയിൽ ലഭിക്കും. അതിനകത്ത് നിങ്ങളുടെ ആക്ഷൻ അവൈലബിൾ ആയിരിക്കും. ഇത് ഓപ്പൺ കൊടുക്കുക, ഇവിടെ ഡൗൺലോഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഇനി നിങ്ങളുടെ ഡൗൺലോഡ് ഫോൾഡറിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സിപ്പ് ഫയൽ കാണാം. ഈ സിപ്പ് ഫയൽ അൺസിപ്പ് ചെയ്യണം. വിൻഡോസിലാണെങ്കിലും മാക്കിലാണെങ്കിലും അൺസിപ്പ് ചെയ്യാനുള്ള എക്സ്ട്രാ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. വിൻറാറോ വിൻസിപ്പോ, മാക്കിലാണെങ്കിൽ ആർക്കൈവ് യൂട്ടിലിറ്റിയോ ദി അൺആർക്കൈവ് എന്നൊക്കെ പറയുന്ന ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യാം. വിൻറാറിൻ്റെയും വിൻസിപ്പിൻ്റെയും ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അൺആർക്കൈവ് ഉപയോഗിച്ച് അൺസിപ്പ് ചെയ്യുന്നു. അൺസിപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഫോൾഡർ കിട്ടും. ഇതിനകത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 2 ഫോൾഡേഴ്സ് കാണാൻ സാധിക്കും. ആദ്യത്തേത് ഡോക്യുമെൻ്റ് ഫോൾഡറാണ്. ഇതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ യൂസർ ഗൈഡ് ഡോക്യുമെൻറ്റ്സ് കാണാൻ സാധിക്കും. ഇതിൽ എന്തൊക്കെയാണുള്ളത്, കണ്ടൻറ്റുകൾ എന്തൊക്കെയാണുള്ളത്, ഏതൊക്കെ ആക്ഷൻസ് ആണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണിത്. ഇനി ഹൗ ടു ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് കാണാം. ഇതിൽ 3 മെത്തേഡുകളായിട്ട് നിങ്ങൾക്ക് ഈ ആക്ഷൻസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളത് കാണാം. മാക്കിലും വിൻഡോസിലും നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട രീതികൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി യൂസർ ലൈസൻസ് കാണാം. അതുപോലെ തന്നെ ആക്ഷൻസിൻ്റെ യൂസർ മാനുവൽ ഉണ്ട്. അത് കഴിഞ്ഞ് വീഡിയോ ട്യൂട്ടോറിയലിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലിങ്കുകൾ കാണാം. നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാനായിട്ട് സാധിക്കും. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആക്ഷൻ കാണാം. ഇതാണ് ആക്ഷൻ. ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട വിധം, ഫോട്ടോഷോപ്പിൽ വിൻഡോ പാനൽ വന്നു കഴിഞ്ഞാൽ ആക്ഷൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ആക്ഷൻ പാനലിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഐക്കൺ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ലോഡ് ആക്ഷൻ കൊടുക്കുക. ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ലൊക്കേഷനിൽ നിന്ന് ആക്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടൺ മോഡിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ആക്ഷൻ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ ഏത് ആക്ഷനാണോ നിങ്ങൾക്ക് വേണ്ടത് അത് പ്ലേ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. താങ്ക് യു സോ മച്ച്.